ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഈ ഒരു കുപ്പി, ഇത് നോർമൽ പ്ലാസ്റ്റിക് കുപ്പിയാണ്. കാണാമോ ഈ വെളിച്ചം കാരണം? ഇത് നോർമൽ പ്ലാസ്റ്റിക് കുപ്പിയാണ്. ഞാനുള്ള ഈ പെയിൻറ്റ്സ് ഒരു പഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഇത്രയും പെയിൻറ്റ്സും കൊണ്ട് ഒരു തൊണ്ട് തോണ്ടിയാൽ ഫുള്ളാകും. പിന്നെ ഒരു ബ്രഷും. നമുക്കിന്നത്തെ ഇഷ്ടമുള്ള കളേഴ്സിൽ പെയിൻ്റ് അടിച്ചെടുക്കണമെന്ന് എൻ്റെ ഡ്യൂട്ടി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതും കൊണ്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഇതും കൊണ്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യണം. നമ്മുടെ ടാസ്ക് ഇങ്ങനെ എടുക്കുന്ന കളറെന്ന് പറഞ്ഞാൽ പല പല കളേഴ്സൊക്കെ തീർന്നിരിപ്പുണ്ടായിരിക്കും. ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പിങ്ക് എനിക്ക് പിങ്ക് നമുക്ക് പിങ്ക് ഇവിടെ ഇങ്ങനെ അടിച്ചു. പിങ്ക് മാത്രമല്ല, ഞാൻ ഈ കളറ് മിക്സഡ് കളറ് ഇങ്ങനെയൊക്കെ നോക്കുന്നത്. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ നമുക്കിത് ആയിടത്തൂടെ എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. ഇവിടെ മാത്രം നമ്മൾ പടർത്തുന്നില്ല. ഞാൻ ഒരു ബോട്ടിൽ പെയിൻറ്റിങ് നോക്കിയതാണ്, ബോട്ടിൽ ആർട്ട്. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ജസ്റ്റ് പൊട്ടി. ചെറുതായിട്ടൊക്കെ കാണാം. ഞാനിങ്ങനെ ചെറുതായിട്ട് പിങ്ക് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്ന കളറ് ഓറഞ്ച് എടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഓറഞ്ച് വെച്ചിട്ട് ഇങ്ങനെ പൊട്ട് കൊടുത്തിട്ടുണ്ട്. ചെയ്യാം. ഇപ്പം നമ്മൾ ഓറഞ്ചും കൂടെ മിക്സാക്കിയപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോഴത്തേന് ഒന്നും കാണത്തില്ല. നമുക്കിവിടെ വെട്ടമായതുകൊണ്ടാണ് കാണാത്തത്. ഇനി നമുക്ക് ഡാർക്ക് കൊടുക്കാം. ഡാർക്ക്. ഓക്കെ, ഈ പെയിൻറ്റ് ഇങ്ങനെ പറ്റിയിരിക്കണം കേട്ടോ ഈ ബ്രഷിൽ. ഞാൻ വെള്ളം എടുത്ത് വെച്ച് നമുക്കിങ്ങനെ വടിച്ചെടുക്കാം. അതുപോലെ പറ്റൂ. തീർന്നു പോയി, എല്ലാ കളറും തീർന്നു. ഇങ്ങനെയും കുറേ പെയിൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിവിടെ നമുക്ക് കളറൊന്നും ആകാത്ത സ്ഥലത്ത് വേണം അടിക്കാൻ. ഒരു കളറും പറ്റാതെ പ്ലെയിൻ ആയിട്ട് എടുക്കുന്ന സ്ഥലത്ത്. തുള്ളിയൊക്കെ പറ്റുന്ന കുഴപ്പമില്ല. തുള്ളിയൊക്കെ പറ്റുന്ന കുഴപ്പമുണ്ട്. ചുമ്മാ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ ഒന്ന് പറ്റേച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പം നമുക്കിനി ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ അടിച്ചു തുടങ്ങിയ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കളറടിക്കും. എനിക്കറിയാം ഇങ്ങനെ തികവരപ്പെടും, അതുകൊണ്ട് ഞാൻ തികരാത്തൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട്. ഒരു ക്രിയത്തണ്ടേ, ഇത് മഞ്ഞ കളറായിരുന്നു. ഞാനത് ഏതൊരു കളർ മിക്സ് ആക്കി എനിക്ക് ഏത് കളറാണെന്ന് അറിഞ്ഞൂടാ. ഈ കളർ എടുക്കാം. കുറച്ചുണ്ടല്ലോ, നമുക്ക് എടുക്കാം. നിറച്ചുണ്ടല്ലോ, നമുക്ക് കുറച്ചെടുത്തിട്ട് പഠിച്ചു നോക്കാം. ഇവിടെ തേക്കണം. നമുക്ക് ഇനി കുറച്ച് മതി. ഫസ്റ്റത്തെ ഒരു കളറും കൂടെ തികയോന്ന് തോന്നുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് സ്ഥലത്തും കൂടെ ആക്കാനുള്ളത് ഇതില്ല, ഞാൻ കുറച്ച് എടുത്തുള്ളൂ.
ഹായ് നമുക്ക് ചെയ്യാം. ഇത് കുറച്ച് സ്ഥലത്തേ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് മറ്റേ സ്പോഞ്ചിങ് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സാധനം ഉണ്ടായിരുന്നു. അത് എവിടെയാണ് പോയതെന്ന് എനിക്ക് ഒട്ടും അറിഞ്ഞില്ല, ഒരു പിടിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടെ ഒന്ന് യൂസ് ചെയ്തേ ഉള്ളൂ. ഞാൻ എൻ്റെ അലമാരിയുടെ മൂലയ്ക്ക് ഒരിത് നിൽപ്പുണ്ടായിരുന്നു, ഒരു പാട്. അപ്പം ഞാൻ ആ പോറിയ പാട് കളയാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളർ അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വൈറ്റ് കളർ തേച്ചപ്പോഴത്തേക്കിനും ഇതായി. അപ്പം ഞാൻ ആ വൈറ്റ് കളർ തേക്കാൻ പറ്റി ഈ തടി കൊണ്ട് മറ്റേ ഇങ്ങനെ കമ്പ് കിട്ടത്തില്ലേ, കമ്പ് വെച്ച് അതായിരുന്നു ഉള്ളത്. എനിക്കെൻ്റെ പേരെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ കറുത്തത് വന്നപ്പോൾ എന്തോ പോലെ ഉണ്ട്, പക്ഷേ ഈ വെയിലത്ത് ഇങ്ങനെ വെച്ച് നോക്കുമ്പം എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ വൈറ്റ് കളറിൻ്റെ കൂടെ ഡാർക്ക് പർപ്പിൾ മിക്സ് ചെയ്യപ്പോൾ കിട്ടിയ കളറ് വൈറ്റ് പർപ്പിൾ. ഇത് കുറച്ചുണ്ട്, നമുക്കിത് ഫുള്ള് കൊടുക്കാം. കുറച്ചേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിത് ഇവിടെ നിന്ന് കൊടുക്കട്ടെ. കുറച്ചേ ഉള്ളല്ലോ, എടുക്കാനുള്ളതില്ലെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ലാസ്റ്റത്തെ പെയിൻറ്റിങ് ആണ് അല്ലേ, ലാസ്റ്റത്തെ കളറാണ് തോന്നുന്നു. ഇനി ഇവിടത്തെ ഉള്ളൂ, ഇനി കുറേ സ്ഥലത്ത് ഇല്ല കേട്ടോ. നമുക്ക് അതിലിങ്ങനെ കയ്യിൽ പെയിൻറ്റും കൊണ്ട് തോന്നി നമുക്ക് ചുമ്മാ ഇങ്ങനെ പറ്റിച്ച് വെക്കാം. എവിടെയും കാണുന്നില്ല, എവിടെയും പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പഠിച്ചേക്കാം. എനിക്ക് ഇത്രയും സ്ഥലമേ നോക്കിയിട്ട് കിട്ടിയുള്ളൂ. ഇനി നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ അതുകൊണ്ട് ഫില്ലാക്കിയും തോന്നുന്നു. കുറച്ച് അവിടെ ഒക്കെ പറ്റണം, നമുക്ക് നോക്കാം വേറെ ഏതെങ്കിലും ഒരു കളർ ഉണ്ടോയെന്ന്. ഇത് ബ്രൗൺ കളറാണ്. ഇതുണ്ട്, നമുക്ക് ഇവിടെ കുറച്ചും കൂടെ ഒക്കെ പറ്റിയിരിപ്പുണ്ട്. അപ്പോൾ നമുക്കത് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ എടുക്കാം. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു തോന്നിട്ട് കൂടുതലും 3 കുറച്ചൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. സ്പ്രെഡ് ഈ ബ്രൗൺ കളർ ആകാൻ കുറച്ച് സ്ഥലങ്ങളുള്ളൂ. ഞാൻ 2 സ്ഥലത്തെ ബ്രൗൺ കണ്ടുള്ളൂ. നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഓറഞ്ച് കളറ് പോലുണ്ട് കേട്ടോ. നമ്മൾ ഓറഞ്ച് കളറ് പോലുണ്ട്, ഈ ബ്രൗൺ കളറുണ്ട്. നമുക്ക് എല്ലാ കളറിലും ഇങ്ങനെ മിക്സായി വന്നപ്പോഴത്തേക്കിനും ഒരു ഓറഞ്ച് കളർ പോലെ എനിക്ക് ഫീലായി. ബ്രൗൺ കളർ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഇത് ബ്രൗൺ ആണോ ഏത് കളറാണോ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ഷെയ്ഡിങ്സ് പോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ കൂടെ പടം വരയ്ക്കാം. നമുക്കിത് ഉണക്കിയാലേ പടം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് ഉണക്കിയിട്ട് വേണം പടം വരയ്ക്കാൻ. ഇവിടെ ശ്വാസം നമ്മൾ ചെത്തുവത്തേ ഉള്ളൂ. ഇത് കുറച്ച് നേരത്തേക്ക് നമുക്കൊരു സ്ഥലത്ത് വെയിലില്ല, പക്ഷെ വെയിൽ വന്നോളും. നമുക്ക് ഈ ഒരു സ്ഥലത്ത് നല്ല വെയിലുണ്ട് കേട്ടോ, പുകയുന്ന വെയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കമത്തി വെക്കാം. ഇത് കമന്ന് പോകാനില്ല, അല്ല നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് പോകാം, കുറച്ച് നമുക്ക് വെക്കുന്നത് എടുത്ത് വെക്കാം. കയ്യിലൊക്കെ പറ്റിയിട്ടുണ്ട്, എടുത്ത് വെക്കാം. അപ്പം തുടങ്ങി കഴിയുമ്പോൾ അടുത്ത വീട്ടിലായിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആ സമയത്ത് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം ഉണങ്ങിയൊന്നും കുറച്ചൊക്കെ ഉണങ്ങാണെന്ന് കേട്ടോ. ഉണക്കാം, ചെവിയിലുണ്ടായിരുന്നല്ലോ നന്നായിട്ട്. ചോറൊക്കെ വീണ് കണ്ടപ്പോഴത്തേക്കിനും ഇങ്ങനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എൻ്റെ കാര്യം ഓർത്തില്ല. അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്ന നേരത്തെ ഓർത്തപ്പോൾ തന്നെ മനസ്സിലായി, അയ്യോ വീഡിയോ എടുക്കണം. നമ്മളെ ചോറ് ഞാൻ പെട്ടെന്ന് മറന്നുപോയി.
നല്ല വെയിലാണ് കേട്ടോ, വെയിൽ മാറിയിട്ടില്ല. ഉണങ്ങി ഉണങ്ങി നല്ല വൃത്തിക്ക് ഉണങ്ങി. ഇനി നമുക്ക് അകത്ത് വരാം. നമുക്ക് പെൻസിലും കൊണ്ട് മറ്റേ വരകൾ പോലെ അടിക്കണം. എല്ലാവരും കിടന്നു വാങ്ങി, എല്ലാവരും അല്ല, കുറച്ച് പേരല്ല, പാലാക്കി കേട്ടോ. എൻ്റെ അച്ഛൻ പാലാക്കി, അമ്മ അവിടെ ഉറങ്ങുന്നുണ്ട്, കാലങ്ങളൊക്കെ മനസ്സിലായില്ല. അപ്പം അമ്മ ഉറങ്ങുന്ന സമയത്ത് ലൈറ്റ് കണ്ടെടുത്ത് വെച്ചിട്ട് അമ്മ ഒന്ന് ഓടിക്കും. അതുകൊണ്ട് ഫോൺ കൊണ്ട് അപ്പുറം കൂട്ടി വിറകി കൂടിയെന്ന് പറഞ്ഞ് ഓടിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇടുന്നില്ല, എനിക്ക് പെൻസിലൊക്കെ നല്ലൊരു കളർ ചെയ്യാൻ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ കളർ ചെയ്യാം. ഓക്കെ, കയ്യിലൊക്കെ ചെറുതായിട്ട് ഇവിടെ ഉണ്ട്, ഇവിടെ കൊണ്ടൊക്കെ പറ്റുന്നുണ്ട്, വലിയ കാര്യമായിട്ടൊന്നും പറ്റുന്നില്ല. കയ്യിൽ ഫുള്ള് ഇപ്പം പറ്റത്തില്ല, ഈ കയ്യിൽ ഫുള്ള് ഈ കളർ ചെയ്യുന്നുണ്ട്. നമുക്ക് ലൈറ്റായിട്ട് കളർ അടിക്കാം. ഞാൻ എന്ത് വരയ്ക്കും, എന്ത് വരയ്ക്കും, ഇത് സ്കെച്ച് വെച്ചാണെങ്കിലും വരയ്ക്കാനുള്ളത്. ഒരു പൂ വരയ്ക്കാം. കയ്യെ പറ്റി നമുക്കൊന്ന് പൂ വരച്ചിട്ട്, ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പൂവും ഇപ്പം നിങ്ങൾക്ക് ഞാൻ മറ്റേ ഇങ്ങനെ കളറടിച്ചത് ഞാൻ പെൻസിൽ കൊണ്ട് മറ്റേ പെയിൻറ്റ് ചുരണ്ടി കളഞ്ഞാണ് ചെയ്തത്. ഇവിടെ പൂ വരച്ചു, ഇവിടെയും പൂ വരച്ചു, ഇവിടെയും പൂ വരച്ചു, അങ്ങനെ ഞാൻ ഫുള്ളിങ്ങനെ വട്ടത്തിൽ മുഴുവൻ ഇങ്ങനെ പൂ വരച്ചു. നമുക്ക് സ്കെച്ച് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് സ്കെച്ച് കൊണ്ട് കളറടിക്കാം. സ്കെച്ച് എടുക്കട്ടെ. എൻ്റെ ബാഗ് ഞാൻ സ്കൂളിൽ കൊണ്ടുവന്ന കാര്യമില്ല, ഞാൻ സൺഡേ സ്കൂളിൽ കൊണ്ടുവന്നതാണ്. കുറേ കളർ ഇതൊക്കെ വെക്കാം. ഡാർക്ക് വേണോ ലൈറ്റ് കളർ വേണം കിട്ടത്തില്ല. നമുക്ക് ലൈറ്റ് ഗ്രീൻ എടുക്കാം. കളർ വെച്ച് ഇത് കാണുമ്പോൾ നമുക്ക് വലിയ കളറായിട്ട് തോന്നത്തില്ല കേട്ടോ. ഒരു കളറ് അടിച്ചതുപോലെ തോന്നുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഗ്രീൻ കളറാണെന്ന് തോന്നത്തില്ല. ഇതൊക്കെ അടിച്ചതല്ലേ, നല്ല അടിച്ചതല്ലേ, ബാക്കിയെല്ലാം അടിച്ചാണ്. നമ്മുടെ മുഴുവനും കുറവായത് പോലുണ്ട്. എനിക്കൊട്ടും ഇഷ്ടമായില്ല, ഇഷ്ടമായി ഏകദേശം ഒക്കെ. ഗ്രീൻ കളർ അടിച്ചിട്ട് വരുന്നില്ല, നല്ല കളറായിട്ട് വരുന്നില്ല. ഈ ഒരു കളറുണ്ടല്ലോ, നമുക്ക് മുകളിൽ നിന്ന് ഡോട്ട് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിലടിക്കാം.
അപ്പം ഡോട്ടോട്ടും കൂടെ ഇടുമ്പോൾ കാണാതെ പോലെയായി. എന്തായാലും ഇത് ചെയ്തു ഏകദേശം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിലായിട്ട് എനിക്ക് വലിയ ഇതില്ല കേട്ടോ, ഇതില്ല, കഴിവില്ല. ഈ പെയിൻ്റൊക്കെ ചെയ്യാൻ കഴിവുണ്ട്, പക്ഷേ ഈ ബോട്ടിൽ എന്തൊക്കെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, കൊള്ളത്തില്ല എന്ന് അഭിപ്രായം പറയുക. ഇങ്ങനെ ഇരിക്കുന്നു അവസാനത്തെ ഫൈനൽ ടച്ച്. കാണിക്കാം.